ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 27-ാം പ്രഭാതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ദൈവമക്കളെ, നമ്മുടെ ഈ കാലഘട്ടത്ത് ഒത്തിരി ദൈവജനം വേദനയിലും സഹനത്തിലും ജീവിതം ഇരുട്ടിൽ തപ്പിത്തടയുന്നവരുണ്ട്. അത് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ആകുലപ്പെടുന്നവരുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു, ഉദ്ധാനം ചെയ്തു. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് മോചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശാപങ്ങൾ എല്ലാം മോചിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു രക്ഷാകര പദ്ധതിയാണ് നമ്മുടെ ദാരിദ്ര്യം എടുത്തു മാറ്റാനും കൂടെ വേണ്ടിയിട്ടാണ് ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് 2 കോരിന്ത്യർ 8-ാം അധ്യായം 9-ാം തിരുവചനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. പിതാവായ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ സമ്പന്നനായിരുന്ന പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണതിന് ശേഷമാണ് താൻ ദാരിദ്ര്യം ഉള്ളവനായി തീരുന്നത്. അത് നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടി ആണെന്നുള്ളതിൻ്റെ പഠിപ്പിക്കലാണ്. തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. കണ്ടോ? അപ്പോൾ ആ ഒരു ദാരിദ്ര്യം, ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം മുഴുവനും ദാരിദ്ര്യത്തിലൂടെയാണ്. അത് നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് രക്ഷാകര പദ്ധതിയിൽ ക്രിസ്തുവിനോട് നമ്മുടെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ തകർച്ച, നമ്മുടെ പരാജയം, ഇരുട്ടിൽ കടബാധയിൽ തപ്പിത്തടയുന്നവർ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകവും ശക്തിയും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി ഈ ബോധ്യത്തിൽ എന്നെ സമ്പന്നനാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്, എന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നടത്തി തരുമെന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.